College days. Welcome to Odisha College Days. College days. Odisha College Days നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ വഞ്ചാനമൂട് ട്രിവാൻഡ്രത്താണ്. ഒത്തിരിയധികം സൂപ്പർ പെർഫോമൻസ് ഉണ്ടാകുന്നു. പ്രതീക്ഷയോടെ വെൽക്കം ഈച്ച് ആൻഡ് എവരിവൺ ടു ഒഡീസിയ കോളേജ് ഡേയ്സ്. ലോകത്തിൻ തോഴർന്ന വാനോളം ആശകൾ നിറയും സഞ്ചാരികൾ നാം. പടവുകൾ ഓരോന്നും കയറും നേരത്തും ഹൃദയത്തിൻ കൂടെ തെളിയുന്നൊരു ചിത്രം, അത് നമ്മുടെ കോളേജ്. Welcome to the another brand new episode of Odisha College Days. Odisha College Days നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ വെഞ്ഞാറമൂട് ട്രിവാൻഡ്രത്താണ്. ഒത്തിരിയധികം കിടിലൻ പിള്ളേരുള്ള കോളേജാണ്. വെൽക്കം ദം ടു ഒഡീസിയ കോളേജ് ഡേയ്സ്. ഇവിടെ ഫിലിംസ് ഒക്കെ കാണും. നിങ്ങൾ ഭാവി ഡോക്ടേഴ്സ് ആണ്, കുറെ പഠിക്കാനൊക്കെ കാണും. ഫിലിംസ് ഒക്കെ കാണാറുണ്ടോ? യെസ്, ഓക്കെ. ഇപ്പം മലയാളത്തിൽ കൂടുതലും ഇപ്പം കുറെ പുതിയ പുതിയ ട്രെൻഡ് ഓഫ് ഫിലിംസ് ആണ്. ലൈക്ക് കുറച്ച് എക്സാമ്പിൾ എടുക്കുമ്പോൾ ചാപ്പാക്കുരിശ്, ട്രാഫിക്, ബ്യൂട്ടിഫുൾ ആൻഡ് അപ്പം ഇതിനെക്കുറിച്ച്, ഈ ചേഞ്ചസിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? പുതിയ ട്രെൻഡ് ഓഫ് ഫിലിംസിൽ ലൈക്ക് പുതിയ പുതിയ ആക്ടേഴ്സ് നമുക്കിപ്പം കുറേ നോക്കിയെങ്കിൽ ഇപ്പം ഫഹദ് ഫാസിൽ, ലൈക്ക് അങ്ങനെ കുറെ പുതിയ ആക്ടേഴ്സിനെ നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ കിട്ടുന്നത്. ഇവരൊക്കെ നമ്മുടെ സൂപ്പർ സ്റ്റാർസിന് വൻ അടിയാവുമോ? അങ്ങനെ ഒരിക്കലും ആവത്തില്ല. കാരണം മമ്മൂട്ടി മോഹൻലാലിന്റെ അടുത്ത് ആരും എടുത്തില്ല. ലൈക്ക് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഗേൾസ് അല്ലെങ്കിൽ സംസാരിക്കാമോ? വാട്ട്സ് യുവർ നെയിം? അഭിരാജി. അഭിരാജി, ഓക്കെ. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഫിലിം ഏതാണ്? ട്രാഫിക്, ചാപ്പാക്കുരിശ്, അതൊക്കെയാണ് കണ്ടത്. ലേറ്റസ്റ്റ് ആയിട്ട് ഫിലിം. ഇപ്പം ന്യൂ ട്രെൻഡ് ഇപ്പം ഒരു ഫിലിം കണ്ടില്ല? ഇല്ല, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അയ്യോ, പഠിക്കുന്ന കുട്ടിയാ പോലും. ഓക്കെ ഓക്കെ. ട്രാഫിക് ഒക്കെ കണ്ടല്ലോ. അതേപോലത്തെ ഫിലിമാണോ ഇഷ്ടം, ഇല്ല പണ്ട് കാലത്തെ ഫിലിം? ഇല്ല, പണ്ടത്തെ മണിച്ചിത്രത്താഴ് അതുപോലത്തെ ഒക്കെ. ഓക്കെ, ബിക്കോസ് ഓരോരുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. ലൈക്ക് നമ്മുടെ ഗൈസ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ന്യൂ ജനറേഷൻ. ഗേൾസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വൈ? ഇപ്പോഴത്തെ കൊള്ളൂല എന്നാണോ? അല്ല, എനിക്കെന്നാലും പണ്ടത്തെ ഫിലിംസ് ആണ് ഇഷ്ടം. ആണല്ലേ? കുറച്ച് സെന്റിയൊക്കെ അടിച്ച് കരഞ്ഞ്. ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാണ്? മോഹൻലാലാണ് ഇഷ്ടം. ഓക്കെ. ന്യൂ ആക്ടേഴ്സിന് ആരും ഇഷ്ടമല്ല? ന്യൂ ആക്ടേഴ്സ് പൃഥ്വിരാജിനെ ഇഷ്ടമാണ്. ന്യൂ ട്രെൻഡ് ഓഫ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് ഫിലിംസുകൾക്ക് കുറച്ച് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എന്താണ്, മലയാളം ഇൻഡസ്ട്രിക്ക് സംതിങ് ന്യൂ എന്ന് പറഞ്ഞ് ട്രാഫിക്കും, ബ്യൂട്ടിഫുൾ, അങ്ങനത്തെ ചാപ്പാക്കുരിശ് അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ബാക്കിലോട്ട്, ലൈക്ക് ഓവർ ട്രെൻഡായി പറഞ്ഞ് നമുക്ക് ഇനി ഫാമിലി സഹിതം പോയി ഇരുന്ന് കാണാൻ മടിക്കുന്ന കുറച്ച് ഫിലിംസ് ഉണ്ട്. അതേപോലത്തെ കുറെ ട്രെൻഡ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഫോർ ആണോ അഗെയിൻസ്റ്റ് ആണോ? ഇതൊക്കെ വേണം, ഇറ്റ്സ് എ കോമൺ തിങ്, അങ്ങനെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? സംസാരിക്കാമോ ആരെങ്കിലും? പേരെങ്ങനെയായിരുന്നു? ഹരി. ഹരി, ഓക്കെ. ലാസ്റ്റ് ആയിട്ട് കണ്ട ഫിലിം ഏതായിരുന്നു? സൂപ്പർ സ്റ്റാർസ്, അല്ലെ കുറെ സ്റ്റാർസ്, 3 സ്റ്റാർസ് 4 സ്റ്റാർസ് ഒക്കെ ഒന്നിക്കുന്ന സിനിമകളാണ്. അല്ല മമ്മൂട്ടി മോഹൻലാൽ മാത്രമുള്ള ഫിലിംസ്. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇങ്ങനത്തുള്ള ഫിലിം വേണോ അല്ല അത് മതിയോ? രണ്ടും ഇഷ്ടമാണ്. ലൈക്ക് ഇപ്പൊ ന്യൂ ട്രെൻഡ് ഓഫ് ഫിലിംസിൽ ഇഷ്ടമല്ല, കൊള്ളത്തില്ല, ഇതൊന്നും വേണ്ട എന്ന് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? സന്തോഷ് പണ്ഡിറ്റ് ഫിലിം എനിക്ക് ഇഷ്ടമല്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ലൈക്ക് ഹിറ്റ് ആവുന്ന ആൾക്കാരെ നമുക്ക് നോക്കേണ്ട അല്ലേ? ആർക്കെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് ഫാൻസ് ഉണ്ടോ ഇവിടെ? സന്തോഷ് പണ്ഡിറ്റ്. ഓ ഗോഡ്. സന്തോഷ് പണ്ഡിറ്റ് ഫിലിംസിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് ഒന്ന് പറയാമോ? പണി പാളി. അപ്പൊ ന്യൂ ട്രെൻഡ് ഓഫ് ഫിലിംസിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സന്തോഷ് പണ്ഡിറ്റിന് മാത്രമാണോ, ഇല്ല ഇതേപോലത്തെ നല്ല നല്ല ഫിലിംസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഫഹദ് ഫാസിൽ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തമിഴിൽ സൂര്യ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടന്റെ വലിയൊരു ആരാധകനാണ്. പക്ഷെ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ ആരാധകനാണ്. കാരണം പുള്ളി നമ്മളെ പോലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പടങ്ങൾ എടുക്കുന്നത്. അതേ വിലയിലല്ലേ എടുക്കുന്നത്? എന്ത് വില ആയിരുന്നാലും ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഒരു സിനിമ, ഇയാളെ കൊണ്ട് ഒരു സിനിമ എടുക്കാം അങ്ങനെ? അയ്യോ, ഞാനില്ലേ, ഇല്ലല്ലോ, എന്നെ വെറുതെ വിട്ടേക്ക്. ഓക്കെ, എന്തായാലും ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷനിൽ ഞാൻ പൊതുവെ അഭിപ്രായം വെച്ച് ഞാൻ കണ്ടതിൽ വെച്ച് ലൈക്ക് വരുന്ന ഫിലിംസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. ബിക്കോസ് എങ്ങനത്തെ ഫിലിം ആണെങ്കിലും അത് രസിക്കുന്ന പിള്ളേരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെൽ, താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ഗേൾസ്. എന്തായാലും ഇതോടെ നമുക്ക് ഫസ്റ്റ് പെർഫോമൻസ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
I'm really gonna miss this place. I'm gonna miss my college days. പേരെങ്ങനെയായിരുന്നു? ശ്രീലക്ഷ്മി. ഓക്കെ, ഇവിടെ എന്താണ് പാടാൻ പോകുന്നത്? ഇവിടെ ഫിലിം സോങ് പാട്ടിൽ ഈ പാട്ടിൽ. ഓക്കെ, സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നപ്പം യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഇങ്ങനെ പാടാറുണ്ടോ? പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തായാലും സ്വീറ്റ് ആണ് കാണാൻ. സ്വീറ്റ് ആയിട്ട് തന്നെ വോയിസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു രാപ്പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ, എൻ നെഞ്ചിലോറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. സാഗരം മാറിലേറ്റും കതിരോൻ വീണെരിഞ്ഞോ, കാതരെ നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ, കടലല തൊടു നിറമാർന്നു നിൻ കവിളിലും അരുണിമ പൂത്തുവാ, പ്രണയമൊര സുലഭ മധുരമാ നിർവൃതി ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ആയിരം പൊന്മയൂരം കടലിൽ നൃത്തമാടും, ആയിരം ജ്വാലയായി കതിരോൻ കൂടെയാടും, പകലൊളിരവിനെ വീഴ്ക്കുമീ പുകിലുകൾ പറവകൾ വാഴ്ത്തിടും, പ്രണയമൊര സുലഭ മധുരമാ നിർവൃതി. ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം.